അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 26 ഞായറാഴ്ച. ഒരു കപ്പ് ചായയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് 1 GB ഡാറ്റ ലഭിക്കുമെന്ന് ഒരു ചായക്കാരൻ ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ യുവാക്കൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിച്ചതെന്നും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഉണ്ടാക്കി സംസ്ഥാനത്തെ പലരും നല്ല പണം സമ്പാദിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. റാലിയിൽ പങ്കെടുത്തവരോട് അവരുടെ സ്മാർട്ട് ഫോണുകളുടെ ഫ്ളാഷ് ലൈറ്റുകൾ ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ട മോദി, ഓരോ വ്യക്തിയുടെയും കയ്യിൽ വെളിച്ചമുള്ളപ്പോൾ ആർക്കെങ്കിലും RJDയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ റാന്തൽ വേണോ എന്ന് ചോദിച്ച് RJDയെ പരിഹസിക്കുകയും ചെയ്തു. ഇടുക്കി അടിമാലിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷംവീട് കോളനി ഭാഗത്ത് രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ വീട് തകർന്ന് സിമന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട ദമ്പതിമാരെ രക്ഷിച്ചു. കൂമ്പാറയിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ബിജുവിനെയും സന്ധ്യയെയുമാണ് രക്ഷാപ്രവർത്തകർ 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുറത്തെത്തിച്ചത്. ആദ്യം സന്ധ്യയെയാണ് പുറത്തെത്തിക്കാനായത്. ഇവരെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇരുവരും കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ബിജുവിനെ ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അടിമാലി ലക്ഷംവീട് കോളനി ഭാഗത്ത് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലത്ത് കുറച്ചു ദിവസങ്ങളായി മണ്ണിടിച്ചിൽ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടായിരുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്ത് താമസിച്ചിരുന്ന 22 കുടുംബങ്ങളെ അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ തുറന്ന ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ദേശീയപാതയ്ക്ക് സമീപം അപകടാവസ്ഥയിലുണ്ടായിരുന്ന വലിയൊരു മൺകൂന താഴേക്ക് പതിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ബിജുവും സന്ധ്യയും തറവാട്ട് വീട്ടിലേക്ക് മാറിയിട്ടും രേഖകൾ എടുക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്കെത്തിയത്. ബിജുവും സന്ധ്യയും വീടിന്റെ ഹാളിൽ നിൽക്കുമ്പോഴാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് കരുതുന്നത്. 50 അടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞ പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിക്കുകയായിരുന്നു. PM ശ്രീയിൽ കടുത്ത എതിർപ്പ് തുടർന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടെന്നും CPI ജനറൽ സെക്രട്ടറി D രാജ വ്യക്തമാക്കി. തങ്ങളുടെ നിലപാട് PM ശ്രീ കരാർ റദ്ദാക്കണമെന്ന് തന്നെയാണെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വിഷയം വിശദമായി ചർച്ച ചെയ്തുവെന്നും CPM ഇതിൽ പുനരാലോചന നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും D രാജ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇരു പാർട്ടികൾക്കും ഒരേ നിലപാടാണെങ്കിൽ എങ്ങനെ കരാർ ഒപ്പിട്ടുവെന്നും D രാജ ചോദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചത് സംബന്ധിച്ച വിവാദങ്ങൾ മുന്നണി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPI ഉയർത്തിയ വിഷയങ്ങളും ഒപ്പുവെച്ച ധാരണയിലെ വ്യവസ്ഥകളും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി യോഗം ചേരുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകുക വഴി കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണം നടപ്പാക്കാനുള്ള പരീക്ഷണശാലകളാക്കി കേരളത്തിലെ സ്കൂളുകളെ പിണറായി സർക്കാർ മാറ്റുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയുടെ വ്യക്തി താൽപര്യങ്ങൾക്ക് സംസ്ഥാന താൽപര്യത്തേക്കാൾ മുൻഗണന നൽകിയതുകൊണ്ട് മാത്രമാണ് കേരളവും അതീവ രഹസ്യമായി PM ശ്രീയുടെ ഭാഗമായതെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി. 1.98 ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റ് ചെലവഴിക്കുന്ന ജനാധിപത്യ സർക്കാർ കേവലം 1500 കോടിക്കു വേണ്ടി കേരള ജനതയെ ഒറ്റുകൊടുത്ത് പരിഹാസ്യരാവുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 4 കോടിയോളം വരുന്ന പ്രബുദ്ധരായ കേരളീയ ജനതയെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന അതിനിഷ്ഠൂരമായ നിലപാടാണ് ഇതെന്നും ഇതിനെതിരെ സാർവത്രികമായ പ്രചാരണം നടത്തപ്പെടുകയും ജനത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പുവെച്ചതോടെ കേരളം ശരിയായ നിലപാട് സ്വീകരിച്ചുവെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ട നല്ല കാര്യമാണ് കഴിഞ്ഞ 4 വർഷം ഇടതുപക്ഷം തടസ്സപ്പെടുത്തിയതെന്നും പദ്ധതി നടപ്പാക്കാൻ വൈകിപ്പിച്ചതിന് സർക്കാർ മാപ്പ് പറയണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ SIR നടപ്പിലാക്കുമെന്നും
ഇനി ഇവിടെ പൌരത്വ രജിസ്റ്ററും CAAയും നടപ്പാകുമെന്നും സവർക്കറെയും ഹെഡ്ഗോവറിനെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുമെന്നും സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവറെയും സവർക്കറെയും ഉൾപ്പെടുത്തുമെന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചാരണം മാത്രമാണെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ ഗ്ലോബൽ സ്കിൽ ഹബ്ബാക്കി വികസിപ്പിക്കുമെന്നും ഇതിനായി സംസ്ഥാനത്തെ വ്യവസായിക പരിശീലന കേന്ദ്രങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി. ദേശീയ സംസ്ഥാന തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനായി വ്യാവസായിക പരിശീലന വകുപ്പ് തിരുവനന്തപുരം നിശാഗന്ധിയിൽ സംഘടിപ്പിച്ച മെറിറ്റോറിയ 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തു. ചെന്നൈയിലെ ശ്രീറാംപുരയിലെ വീട്ടിൽ നിന്ന് 176 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കലുങ്കു സഭയ്ക്ക് പകരം പഴയ സംവാദ പരിപാടിയായ SJ കോഫി ടൈംസ് വീണ്ടും ആരംഭിക്കാൻ സുരേഷ് ഗോപി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുരേഷ് ഗോപി തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയിരുന്ന പരിപാടിയായിരുന്നു ഇത്. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച് പുല്ലൂരാംപാറയിലെ കായിക താരം ദേവനന്ദ വി. ബിജുവിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് നിർമ്മിച്ചു നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടിയാണ് താരത്തെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിയത്. ബാർബറായ അച്ഛൻ ബിജുവിനും തൊഴിലുറപ്പ് തൊഴിലാളിയായ അമ്മ വിജിതയ്ക്കുമൊപ്പം താമസിക്കുന്ന ദേവനന്ദയുടെ കുടുംബ സാഹചര്യം മനസ്സിലാക്കിയ മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിനെ വീട് നിർമ്മിക്കുന്നതിനായി ചുമതലപ്പെടുത്തുകയായിരുന്നു. ലത്തീൻ സഭയുടെ കൊച്ചി രൂപതയ്ക്ക് പുതിയ ബിഷപ്പ്. മോൺസിഞ്ഞോർ ആന്റണി കാട്ടിപ്പറമ്പിലിനെയാണ് ബിഷപ്പായി വത്തിക്കാൻ പ്രഖ്യാപിച്ചത്. പാലക്കാട്ടെ റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും. നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിനാണ് BJP ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു BJPയുടെ നിലപാട്. ഇതിനു മുന്നേ KSRTC ബസിന്റെ ഉദ്ഘാടനത്തിനും മറ്റൊരു റോഡ് ഉദ്ഘാടനത്തിനും MLA പങ്കെടുത്തിരുന്നു. അങ്കണവാടികളിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പോഷക ബാല്യം പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വനിതാ ശിശുവികസന ഡയറക്ടർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അങ്കണവാടികൾ പാലിക്കുന്നതായി ഡയറക്ടർ ഉറപ്പുവരുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. തിരുവനന്തപുരം അർബൻ 3ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിൽ കൃത്യമായ അളവിൽ പാലും മുട്ടയും വിതരണം ചെയ്യുന്നില്ല എന്ന പരാതിയിലാണ് നടപടി. സഹപ്രവർത്തകയുടെ പരാതിയിൽ അച്ചടക്ക നടപടി നേരിട്ട NV വൈശാഖന് പാർട്ടിയിൽ സ്ഥാനക്കയറ്റം. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗമായാണ് തെരഞ്ഞെടുത്തത്. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു NV വൈശാഖൻ. വൈശാഖൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പിന്നീട് പാർട്ടി കണ്ടെത്തി. തുടർന്നാണ് വൈശാഖനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പാലാ സന്ദർശനത്തിനിടെ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയ റോഡിലൂടെ അതിക്രമിച്ചു കയറിയ യുവാക്കൾക്കെതിരെ പോലീസ് നടപടി. കേരള പോലീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. നിയമലംഘനവും അതിന്റെ പ്രത്യാഘാതങ്ങളും വ്യക്തമാക്കുന്ന ഒരു ട്രോൾ രൂപേണയാണ് പോലീസ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. സർക്കാർ മേഖലയിലെ 4ാമത്തെ ആയുർവേദ മെഡിക്കൽ കോളേജ് ഇടുക്കി ജില്ലയിൽ ആരംഭിക്കുന്നു. പൂർത്തിയാക്കിയ 7 നിർമ്മാണ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കൺഗ്രാചുലേഷൻസ്. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ആന്ധ്ര തെക്കൻ ഒഡീഷ തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. നാളെ രാവിലെയോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന മോന്ത ചുഴലിക്കാറ്റ്
ചൊവ്വാഴ്ചയോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപട്ടണത്തിനും കാലിംഗപട്ടണത്തിനുമിടയിൽ കാക്കിനഡയ്ക്ക് സമീപം തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി 110 കിലോമീറ്റർ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിൽ ഭാര്യയുമായി വഴക്കിട്ടതിനെ തുടർന്ന് 2 വയസ്സുള്ള ഇരട്ട പെൺകുട്ടികളെ പിതാവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. വാസീം ജില്ലയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം. 32 വയസ്സുകാരനായ പിതാവ് രാഹുൽ ചവാൻ അറസ്റ്റിലായി. ഇയാൾ കൊലപാതകത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലായ അദാനി ഗ്രൂപ്പിൽ LIC 33,000 കോടി രൂപ നിക്ഷേപിച്ചത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും മോദി സർക്കാർ നടത്തിയ മൊബൈൽ ഫോൺ ബാങ്കിംഗ് ആണെന്നും കോൺഗ്രസ്. അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനായി കേന്ദ്ര സർക്കാർ LICയെ നിർബന്ധിക്കുകയായിരുന്നുവെന്ന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ആരോപണം. നരേന്ദ്രമോദി ഭീകരാക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയെ സുരക്ഷിതമാക്കിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UPA സർക്കാരിന്റെ കാലത്ത് പാകിസ്ഥാൻ എല്ലാ ദിവസവും ഇന്ത്യയെ ആക്രമിച്ചുവെന്നും വോട്ട് ബാങ്കിനോടുള്ള അത്യാഗ്രഹത്താൽ സോണിയ, മൻമോഹൻ, ലാലു സർക്കാരുകൾ മൌനം പാലിച്ചുവെന്നുമായിരുന്നു അമിത്ഷായുടെ പരിഹാസം. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദില്ലിയിൽ വായു ഗുണനിലവാരത്തിൽ നേരിയ പുരോഗതി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ദില്ലിയിലെ ശരാശരി വായു ഗുണനിലവാര സൂചികയിൽ 100 പോയിന്റിന്റെ കുറവുണ്ടായി. ശരാശരി AQI 260 രേഖപ്പെടുത്തിയത്. വായു മലിനീകരണം കുറയ്ക്കാൻ ദില്ലിയിലെ പൊതു ഇടങ്ങളിലും കെട്ടിടങ്ങളിലും സ്പ്രിംഗ്ലറുകൾ സ്ഥാപിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് കുറഞ്ഞതും വായു മലിനീകരണം കുറച്ചു. കരീബിയനിലേക്ക് അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ കൂടി എത്തുന്നു. വെള്ളിയാഴ്ച പെന്റഗണാണ് ഇക്കാര്യം വിശദമാക്കിയത്. മയക്കുമരുന്ന് കാർട്ടലുകളുമായി ട്രംപ് നേരിട്ട് ഏറ്റുമുട്ടൽ ആരംഭിച്ച ശേഷം വലിയ രീതിയിലുള്ള സൈനിക വിന്യാസമാണ് കരീബിയൻ തീരത്ത് അമേരിക്ക നടത്തുന്നത്. ലഹരി മരുന്നുകളുമായി എത്തുന്നതെന്ന് ആരോപിക്കപ്പെടുന്ന ചെറു കപ്പലുകൾക്കും ബോട്ടുകൾക്കും നേരെ സൈന്യത്തിന്റെ മാരകായുധങ്ങൾ പ്രയോഗിക്കാനാണ് കരീബിയൻ തീരത്ത് ട്രംപിന്റെ നീക്കം. മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ അമേരിക്ക വില കൊടുത്ത് വാങ്ങിയെന്ന് ദീർഘകാലം അമേരിക്കൻ ചാരസംഘടനയായ CIA-യിൽ പ്രവർത്തിച്ച ജോൺ കിരിയാക്കു വാർത്താ ഏജൻസിയായ ANI-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം വൻ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് മുഷാറഫ് നൽകിയെന്നും ബേനസീർ ഭൂട്ടോ വിദേശത്ത് ആഡംബര ജീവിതം നയിച്ചു എന്നുമടക്കം വെളിപ്പെടുത്തലുകൾ ഇദ്ദേഹം ഉയർത്തി. അഫ്ഗാനിസ്ഥാനുമായി ഇസ്താംബൂളിൽ നടക്കുന്ന ചർച്ചകളിൽ ഒരു ഉടമ്പടിയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നതായും എന്നാൽ ഒരു ധാരണയിലെത്താൻ സാധിക്കാത്തത് തുറന്ന യുദ്ധമെന്നാണ് അർത്ഥമാക്കുന്നതെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുദ്ധക്കുറ്റവാളി എന്ന് വിളിച്ചതിന് ന്യായീകരണവുമായി ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനി. ദീപാവലി ദിനത്തിൽ അമേരിക്കൻ ഹിന്ദു വോട്ടർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മോദിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ മംദാനി ന്യായീകരിച്ചത്. താൻ വളർന്നത് ബഹുസ്വരതയെ ആഘോഷിക്കുന്ന ഒരു ഇന്ത്യയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ മുൻ ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ മൃതദേഹം കത്തിച്ച് സംസ്കരിക്കാൻ സുരക്ഷാ ക്യാബിനറ്റിനോട് നിർദ്ദേശിച്ചതായി ഇസ്രായേലി ഗതാഗത മന്ത്രി മിരി റഗേവ്. ഇസ്രയേലി വെബ്സൈറ്റായ കോൾ ബരാമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഗേവ് ഇത് പറഞ്ഞത്. വരാനിരിക്കുന്ന ഏഷ്യൻ പര്യടനത്തിനിടെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. കിമ്മുമായി വലിയ ബന്ധമുണ്ടെന്നും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ താൽപര്യമുണ്ടെന്നും എയർഫോഴ്സ് 1-ൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. 2028-ൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിച്ചേക്കുമെന്ന് സൂചന നൽകി മുൻ US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. തന്റെ കരിയർ അവസാനിച്ചിട്ടില്ലെന്നും വീണ്ടും പ്രസിഡന്റ് പദവി ലക്ഷ്യമിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും കമല ഹാരിസ് BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച കമല ഹാരിസ് ട്രംപ് ഒരു ഫാസിസ്റ്റിനെ പോലെ പെരുമാറുന്നുവെന്നും ഒരു സ്വേച്ഛാധിപത്യ സർക്കാരായിരിക്കും ഉണ്ടാകുകയെന്നും താൻ പ്രചാരണ വേളയിൽ നടത്തിയ പ്രവചനങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തെ BCCI ശക്തമായി അപലപിച്ചു.
സുരക്ഷാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുമെന്നും സുരക്ഷ കൂടുതൽ കർശനമാക്കുമെന്നും BCCI അറിയിച്ചു. സംഭവത്തിൽ ഒരാളെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പരമ്പര തൂത്തുവാരാനിറങ്ങിയ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി ആശ്വാസ ജയം നേടി ഇന്ത്യ. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് 46.4 ഓവറിൽ 236 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 38.1 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. 121 റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും 74 റൺസെടുത്ത വിരാട് കോഹ്ലിയുടെയും തകർപ്പൻ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് അനായാസ വിജയം നേടിക്കൊടുത്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.